Okay, now we can go ahead and see how we can implement different functions. Okay, say function with lot of terms using multiplexers. So multiplexer എന്ന് പറയുന്ന ഒരു ഡിവൈസ് നമ്മൾ എന്തിനാണെന്നുള്ളത് കണ്ടു അല്ലേ. സോ നമ്മൾ ലൈക്ക് മെനി ഇൻപുട്സ് ഉണ്ടെങ്കിൽ അതിനെ ഒരു ലൈനിലേക്ക് സ്ട്രീം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മൾട്ടിപ്ലക്സർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളത് നേരത്തെ കണ്ടിരുന്നു. ഇനി ഇതിൻ്റെ വേറൊരു ആപ്ലിക്കേഷനാണ് ലൈക്ക് ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. ഫോർ എക്സാമ്പിൾ y ഈസ് ഈക്വൽ ടു എ ബി ബാർ സി ഡി ബാർ അല്ലെങ്കിൽ എ ബി സി ബാർ പ്ലസ് എ ലൈക്ക് ബി സി. ഓക്കെ, ഇങ്ങനെയൊരു എക്സ്പ്രഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഈ എക്സ്പ്രഷനെ നമുക്ക് മൾട്ടിപ്ലക്സർ ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും. സോ നെക്സ്റ്റ് ടൈറ്റിൽ ഹൗ വി ക്യാൻ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ആൻ എക്സ്പ്രഷൻ ലൈക്ക് ദിസ്, implementation of an expression using multiplexer. ഓക്കെ, സോ മൾട്ടിപ്ലക്സർ എന്താണെന്നുള്ളത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സോ നിങ്ങൾ ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്യുക. ഓക്കെ, നൗ ഐ എം ഗോയിങ് ടു സ്റ്റിക്ക് ഓൺ ടു ദിസ് ടൈറ്റിൽ. സോ ഇതിന് വി വിൽ ഹാവ് എൻ എക്സാമ്പിൾ. സോ ദ എക്സാമ്പിൾ ഈസ് എ ഫംഗ്ഷൻ എഫ്. ഓക്കെ, വിത്ത് a function f with 3 variables like a, b, c. Okay, and this function will have the terms as 0, 2, 5 and 6. So ഇങ്ങനെ നമുക്കൊരു ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ദീസ് ടേംസ് ആർ മിൻ ടേംസ്. ഞാൻ മുമ്പൊരു ഡിസ്കഷനിൽ പറഞ്ഞിരുന്നു. ദിസ് ഈസ് നത്തിങ് ബട്ട് it could be written as, this is very much similar to as b bar c bar plus 2 എന്ന് പറയുമ്പോൾ 0 1 0 അല്ലേ. സോ എ ബാർ ബി സി ബാർ പ്ലസ് 5 എന്ന് പറയുമ്പോൾ 1 0 1. സോ വിച്ച് ഈസ് ലൈക്ക് എ ബി ബാർ സി പ്ലസ് 6 എന്ന് പറയുമ്പോൾ 1 1 0. സോ എ ബി സി ബാർ. സോ ഈ ഒരു എക്സ്പ്രഷന് നമുക്ക് ഇങ്ങനെയും എഴുതാം ഇങ്ങനെയും എഴുതാം. സോ ദിസ് ആർ ഞാൻ ഒരു 2 മെത്തേഡ് ഓഫ് റെപ്രസെൻറ്റിങ് ആൻ എക്സ്പ്രഷനാണ് ഞാനിവിടെ പറഞ്ഞത്. നത്തിങ് ന്യൂ. ഓക്കെ, so each and every single term could be represented in the form of decimal. Okay, so 0 2 5 6 എന്നൊക്കെ പറഞ്ഞ ഡെസിമലാണ്. സോ ഇങ്ങനെ നമ്മളെ എക്സ്പ്രഷൻ കണ്ടാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ദിസ് ഈസ് സിമിലർ ടു ദിസ്. നമ്മൾ ഇത്ര നേരം കണ്ട അതേ എക്സ്പ്രഷൻ പോലെ തന്നെയാണ് ഇത്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ആൻ എക്സ്പ്രഷൻ എഫ് in the form of terms could be represented like this. So this indicates sum of product. So it's a sigma indicates sum of product ആണ് ഈ ഒരു എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ എ ഫംഗ്ഷൻ എഫ് വിൽ ഹാവ് വൺസ്. ഓക്കെ, എ ഫംഗ്ഷൻ എഫ് വിൽ ഹാവ് ഔട്ട്പുട്ട്സ് ഓൺലി വെൻ ഇറ്റ്സ് ടേംസ് ആർ 0 2 5 6. അല്ലെങ്കിൽ ഈ ഒരു കോമ്പിനേഷനിൽ മാത്രമേ ഈ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നതിന് വാല്യൂ 1 വരുള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. നമ്മൾ നേരത്തെ കണ്ടിരുന്നു, ട്രൂ ടേബിളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ലൈക്ക് നമ്മൾ സെലക്ട് ചെയ്തെടുത്ത് ഫംഗ്ഷൻസ് മാത്രം ഔട്ട്പുട്ട് 1 ആവുന്നതിനെ നമ്മൾ എക്സ്പ്രഷൻ ഫോമിൽ എഴുതി കണ്ടിരുന്നു മുമ്പ്. ഓക്കെ, സോ അതേപോലെ തന്നെയാണ് ഈ ഒരു ഫംഗ്ഷൻ എഫിന് 1 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് നമ്മളെപ്പോഴും 1 ആണ്. ആക്റ്റീവ് ഹൈ ആണെങ്കിൽ എപ്പോഴും 1 ആണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക. സോ 1 ആവണം എങ്കിൽ ദി ഇൻപുട്ട് ഷുഡ് ബി 0 2 5 6. അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഫോമിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. നൗ ഹൗ ക്യാൻ വി ഇംപ്ലിമെൻറ്റ് ദിസ് യൂസിങ് മക്സ്? ഓക്കെ, സോ 3 ടേമാണുള്ളത്. സോ 3 ടേം ആണെങ്കിൽ നമുക്ക് എന്ത് മക്സ് യൂസ് ചെയ്യേണ്ടി വരും? സോ സിൻസ് ദീസ് ടേംസ് ആർ ലൈക്ക് സെലക്ട് ലൈൻസ്. ഈ ടേംസ് എന്ന് പറയുന്നത് സെലക്ട് ലൈൻസ് ആണ് അല്ലേ. നമ്മൾ മൾട്ടിപ്ലക്സർ ഒന്ന് റിവൈൻഡ് ചെയ്യുക. സോ യു ഹാവ് സെലക്ട് ലൈൻസ് ആൻഡ് യു ഹാവ് ദിസ് മച്ച് ഇൻപുട്ട്സ്. സോ 3 വേരിയബിൾ കൊണ്ട് നമുക്ക് എത്ര ഇൻപുട്ട്സ് എടുക്കാൻ കഴിയും? 8 ഇൻപുട്ട്സ് എടുക്കാൻ കഴിയും അല്ലേ. 2 to the power 3 ഈസ് 8. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷനെ മാത്രം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ടേംസിനെ മാത്രം നമ്മൾ മക്സ് വഴി പാസ് ചെയ്യണം. അതാണ് ഉദ്ദേശം. അങ്ങനെ ആകുമ്പോൾ എ ബി സി എന്തായി മാറും? എ ബി സി സെലക്ട് ലൈൻസ് ആയി മാറും. ഞാനത് വരച്ച് കാണിച്ചില്ല, അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. സോ ഇമാജിൻ ഇഫ് യു ആർ യൂസിങ് എ മൾട്ടിപ്ലക്സർ and you have 3 select lines as A, B, C. So A, B, C. So you have 3 select lines A, B and C. Okay, and you have 8 inputs 4 5 6 7 8 and you have 1 output. ഇതാണല്ലോ മക്സ് എന്ന് പറയുന്നത് അല്ലേ.
ഇനി ഏതൊക്കെ സമയത്താണ്, ആൻഡ് ദിസ് ഈസ് 0 1 2 3 4 5 6 7 അല്ലേ? 3 വേരിയബിൾ കൊണ്ട് 3 സെലക്ട് ലൈൻസ് കൊണ്ട് നമുക്ക് 8 ഇൻപുട്സ് ആണല്ലോ എടുക്കാൻ കഴിയുക മാക്സിമം. ഓക്കെ, ഇനി ആണ് നമ്മൾ ഇതിലേക്ക് കടക്കാൻ പോകുന്നത്. സോ ഔട്ട്പുട്ട് വിൽ ഗീവ് ദ ഫംഗ്ഷൻ ഈസ് എഫ്, ആൻഡ് എഫ് വിൽ ഗീവ് ഔട്ട്പുട്ട് ഓൺലി വെൻ യു ഹാവ് ദീസ് ടേംസ് ആർ ഇൻ പ്ലേസ്. അല്ലെങ്കിൽ ഈ ഒരു കോമ്പിനേഷനിൽ മാത്രമേ ഔട്ട്പുട്ട് 1 ആവുള്ളൂ. സോ ഈ ഒരു കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ബി സി. സോ എ ബി സി വിൽ ടേക്ക് 0 0 0 0 0 1 goes on like that. Okay, now it is very easy. Okay, so ഇത് 0 0 1 എന്ന് പറയുമ്പോൾ ഇതായിരിക്കും സെലക്ട് ചെയ്യുക. ഓക്കെ, 0 0 0 എന്ന് പറയുമ്പോൾ ഇതായിരിക്കും സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ 0 0 1 ഇറ്റ് വിൽ സെലക്ട് ദിസ്. അടുത്ത കോമ്പിനേഷൻ എ ബി സി കോമ്പിനേഷൻ ഞാൻ പറയുന്നത് 0 0 1 0 ഇറ്റ് വിൽ സെലക്ട് ലൈക്ക് ദിസ്. പക്ഷേ നമ്മുടെ എക്സ്പ്രഷനിൽ ഏതൊക്കെ സെലക്ട് ചെയ്യണം, ഏതൊക്കെ സെലക്ട് ചെയ്താൽ മാത്രമാണ് എക്സ്പ്രഷൻ 1 ആവുക? ഇറ്റ് ഈസ് 0 2 5 6. സോ ചുരുക്കി പറഞ്ഞാൽ, സോ 0 2 5 and 6 you short these lines, ഈ ലൈൻസ് എല്ലാം ഷോർട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് യു പ്ലഗ് 1 here. All other lines you short. Okay, that is 1 3 4 and 7, and you give it as 0. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ 8:1 മൾട്ടിപ്ലക്സർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു എക്സ്പ്രഷനെ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട രീതി. ഇനി ഇതൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ. സോ 1 എന്ന് പറഞ്ഞ് നമ്മൾ കോൺസ്റ്റൻ്റ് ആയി കൊടുത്തിരിക്കുന്നത് ഏതിലേക്കാണ്? 0-ൽ 2-ൽ 5-ൽ 6-ൽ. ഇനി ഈ എ ബി സി കോമ്പിനേഷൻ ഈ 4 ഏതാണെങ്കിലും എല്ലാം വേണമെന്നില്ല, കാരണം എന്താ, ഓർ ഗേറ്റ് ആണ്. സോ 4 ഏതാണെങ്കിലും യു വിൽ ഗെറ്റ് എൻ ഔട്ട്പുട്ട് 1. അതാണല്ലോ സം ഓഫ് പ്രൊഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇതിൽ ഏത് കോമ്പിനേഷൻ സാറ്റിസ്ഫൈ ആയാലും എഫ് 1 ആയിരിക്കും. you can see it from the circuit or from the symbol diagram. 0 connected to 1, 2 is connected to 1, 5 is connected to 1, 6 is connected to 1. 0 2 5 6. ക്ലിയർ? ഇനി ബാക്കി എല്ലാ ടേംസ് വരുമ്പോഴും ബാക്കി ഇവിടെ എന്ത് കോമ്പിനേഷൻ സെലക്ട് ചെയ്താലും ഔട്ട്പുട്ട് 1 ആവരുത്. കാരണം നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. അതുകൊണ്ട് ബാക്കിയുള്ള ലൈൻസൊക്കെ നമ്മൾ 0-ൽ കണക്ട് ചെയ്യണം. ക്ലിയർ? സോ ദിസ് ഈസ് ഹൗ യു ഇംപ്ലിമെൻറ്റ് ദിസ് എക്സ്പ്രഷൻ യൂസിങ് മക്സ്. വെരി 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 സിമ്പിൾ. സോ ഈ പറയുന്ന സെലക്ട് ലൈൻസിനനുസരിച്ച് ഈ ലൈൻ സെലക്ട് ആവും. മക്സിൻ്റെ വർക്കിംഗ് അങ്ങനെയാണല്ലോ. സോ അതിൽ ഏതൊക്കെ സെലക്ട് ലൈൻസ് എടുത്താലാണ് 1 കിട്ടുക എന്നുള്ളതാണ് നമ്മളിവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, യു സേ ദിസ് ഈസ് D0, ദാറ്റ് ഈസ് ഡേറ്റ ലൈൻ D0 ഓൾ ദ വേ അപ് ടു D7. സോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് എന്താ? D0 D2 D5 D6 ഈ ലൈൻസ് മാത്രമേ സെലക്ട് ചെയ്യണ്ടൂ. അത് സെലക്ട് ചെയ്യാനുള്ള സെലക്ട് കണ്ടീഷൻസാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ കണ്ടീഷൻസിൽ ഏത് വന്നാലും ഔട്ട്പുട്ട് 1 ആവണം. അതുകൊണ്ടാണ് ഇതിങ്ങനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഇതിൻ്റെ പുറത്ത് വരുന്ന അല്ലെങ്കിൽ ഇതല്ലാത്ത വേറെ എന്ത് കോമ്പിനേഷൻ വന്നാലും ഔട്ട്പുട്ട് 0 ആയിരിക്കണം. ദാറ്റ്സ് എ ഫംഗ്ഷൻ. സോ നമുക്ക് വളരെ ഭംഗിയായിട്ട് മക്സ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്ലക്സർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു എക്സ്പ്രഷനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയും. ക്ലിയർ? സോ ദാറ്റ്സ് എ പോയിൻറ്റ്. ഇനി ഇതേ എക്സ്പ്രഷൻ ഇതിപ്പോൾ നമ്മൾ 8:1 മക്സ് ഉപയോഗിച്ചു. നമ്മൾ 4:1 മക്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, വെരി സിമ്പിൾ. അതായത് നമ്മൾ 4:1 എന്ന് പറയുമ്പോൾ എത്ര ഇൻപുട്ട്? സോ ഐ വിൽ ജസ്റ്റ് ഡ്രോ ഇറ്റ് ഹിയർ. ഓക്കെ, സോ 4:1 എന്ന് പറയുന്നത് ഇതാണ്. ദിസ് റെപ്രസെൻറ്റേഷൻ ദാറ്റ് ഈസ് 4:1. 4:1 അല്ലെങ്കിൽ 4:1 മക്സ് എന്ന് പറഞ്ഞാൽ 2 സെലക്ട് ലൈൻസ് ഉണ്ടാവും. ആൻഡ് യു ഹാവ് D0 D1 D2 D3 ആൻഡ് യു ഹാവ് ആൻ എഫ് ഔട്ട്. ഓക്കെ, അതായത് 4 ഇൻപുട്ട് ലൈൻസും 2 സെലക്ട് ലൈൻസും ഒരു ഔട്ട്പുട്ട് ലൈൻ ആയിരിക്കും. 4:1 നമ്മൾ കണ്ടിരുന്നു. ക്ലിയർ? ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ 4:1 മക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു എക്സ്പ്രഷൻ റെപ്രസെൻ്റ് ചെയ്യാന്നുള്ളത്. സോ എ ബി സി ആർ 3 വേരിയബിൾസ്. സോ പക്ഷേ ഇവിടെ 2 സെലക്ട് ലൈൻസേ ഉള്ളൂ. സേ I take BC as select lines. Okay, so you have 3 terms A, B, C. So ഈ ബിയും സിയും ആണ് ഞാൻ സെലക്ട് ലൈൻസ്. A is the input. I take A as input. എയിനെ ഇൻപുട്ടായി ഞാൻ എടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഞാനത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഈ ഇൻപുട്ടിലേക്ക്
1ഉം 0ഉം മാത്രമല്ല, കൂടാതെ എയും കൂടി ഇൻപുട്ടാക്കി കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ എക്സ്പ്രഷൻ പോസിബിൾ ആവും. ഇനി ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക? സോ യു ഹാവ് ടു ഡ്രോ എ സിസ്റ്റം ലൈക്ക് ദിസ്. സോ യു ഹാവ് 4 variables, so 4 columns, and then you have to represent these columns like this. Okay, so this is D0, D1, D2, D3. ഓക്കെ, ഞാൻ പറഞ്ഞു എ എന്ന് പറഞ്ഞതും ഇൻപുട്ടായിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ ഹിയർ യു വിൽ ഹാവ് എ ബാർ ആൻഡ് എ അല്ലേ. എ എന്ന് പറഞ്ഞത് ഇൻപുട്ടാണെങ്കിൽ എയിന് 0 ആവാം 1 ആവാം വാല്യൂ. സോ അതുകൊണ്ടാണ് ഞാൻ എ ബാറും എയും കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. യെസ്, നൗ യു ഒക്യുപ്പൈ ദീസ് സെൽസ് ലൈക്ക് ഹൗ. നമുക്ക് എത്ര ടേംസ് ഉണ്ട്? 8 ടേംസ് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ 8 ടേംസ് പോസിബിൾ ആണ്. ക്ലിയർ? അതായത് 0 to 7 8 ടേംസ് പോസിബിൾ ആണ്, അതുകൊണ്ടാണ് 8 സെൽസ്. പക്ഷെ നമുക്ക് വേണ്ട എക്സ്പ്രഷൻ ചെയ്താൽ 0 to 5 6. ഓക്കെ, സോ യു സ്റ്റാർട്ട് ഫില്ലിങ് ഇറ്റ് ലൈക്ക് ദിസ്. സോ ദിസ് ഈസ് 0 1 2 3 4 5 6 7 അല്ലേ. 8 കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. ആ 8 കോമ്പിനേഷൻസ് മുഴുവനായിട്ട് എഴുതി. ഇനി നമുക്ക് വേണ്ട എക്സ്പ്രഷൻസ് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. നമുക്ക് വേണ്ടത് എന്താ? വി നീഡ് 0, റൈറ്റ്. നെക്സ്റ്റ് വൺ വി നീഡ് 2, ദെൻ വി നീഡ് 5 ആൻഡ് 6. ഓക്കെ, സോ നമ്മളുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിലുള്ളത് 0 2 5 6 അത് മാത്രം സെലക്ട് ചെയ്തു. സോ ദി ഓർഡർ ഈസ് ലൈക്ക് ദിസ്. ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. 4 ഇൻപുട്ട് ലൈൻസ്. സോ വി റെപ്രസെൻറ്റ് D0, D1, D2, D3. ഓക്കെ, ദെൻ ഐ ടേക്ക്, സിൻസ് ദർ ഈസ് ഓൺലി 2 സെലക്ട് ലൈൻസ് പോസിബിൾ. ഇൻപുട്ട് ലൈൻസ് 4 എണ്ണമാണ്, 2 സെലക്ട് ലൈൻ മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് 3 വേരിയബിൾ സിസ്റ്റം ആണ് ഇവിടെ കാണുന്നത്. കാരണം 6 ഉണ്ട്. 6 നമുക്കൊരിക്കലും 2 സെലക്ട് ലൈൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. മിനിമം നീഡഡ് ഈസ് 3. സോ ഇതിലത്തെ ഈ ഒരു ബിറ്റിനെ ഞാൻ എന്ത് ചെയ്തു? ഇൻപുട്ടാക്കി കൺസിഡർ ചെയ്തു. സോ ഇൻപുട്ട് ക്യാൻ ബി ഐദർ 0 or 1. അതുകൊണ്ട് എ എന്ന് പറഞ്ഞ സാധനത്തിന്, അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞ വേരിയബിളിന് യു ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് എ ബാർ ആൻഡ് എ, വിച്ച് ഈസ് നത്തിങ് ബട്ട് 0 and 1. സിമ്പിളാണ്. ഓക്കെ, ഇനി നമ്മൾ പോസിബിളായ കോമ്പിനേഷൻസ് മുഴുവൻ ഈ സെല്ലിൽ ഒക്യുപ്പൈ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് 0 1 2 3 4 5 6 7. ഇനി പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന ആ ഒരു ടേംസ് ഏതൊക്കെയാണ്? 0 2 5 and 6. ഓക്കെ, ഇനി ഇതിൻ്റെ താഴെ നമുക്ക് എഴുതാം. ഈ 0 എന്ന് പറയുന്നതിന് നമുക്ക് ഇൻപുട്ട് എന്താണ് വേണ്ടി വരിക എന്നുള്ളതാണ് നമ്മൾ എഴുതാൻ പോകും. ഓക്കെ, സോ D0 എന്ന് പറയുന്ന ഈ ഇൻപുട്ടിൽ എന്ത് കൊടുത്താലാണ് നമുക്ക് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുക? അതായത് 0 എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് 1 ആവണം. ഓക്കെ, അതല്ലേ നമ്മുടെ ഉദ്ദേശം. അതായത് 0 കൊടുത്താൽ 1 ആവണം, 2 1 ആവണം, 5 1 ആവണം, 6 1 ആവണം. ഇതല്ലേ നമ്മുടെ ആവശ്യം. സോ 0 കൊടുത്തിട്ട് 1 ആവണമെങ്കിൽ, അല്ലെങ്കിൽ 0 കൊടുത്തിട്ട് D0യിൽ എന്ത് കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ കോളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് D0 ലൈനിൽ എന്ത് കൊടുത്താലാണ് നമുക്ക് F1 കിട്ടുക. വെരി സിമ്പിൾ. സോ യു ഹാവ് ടു ഗീവ് 0 ആണ് നമുക്ക്, അല്ലെങ്കിൽ 0 കൊടുത്താൽ 0 ആണ് നമ്മൾ സെലക്റ്റഡ് സാധനം. ഓക്കെ, സോ 0 എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ ബാർ. സോ D0യിൽ എ ബാർ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇപ്പുറത്ത് 1 കിട്ടുക. ഇനി D1ൽ എന്ത് കൊടുക്കണം? എ. ലിങ്ക് കിട്ടിയോ? അതായത് 5 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 5 കറസ്പോണ്ട്സ് ടു എ. D2ൽ രണ്ടും എ ബാറും എയും സെലക്റ്റഡ് ആണ്. സോ 1 ആണ് നമ്മൾ ഇൻപുട്ടായി കൊടുക്കേണ്ടത്. D3ൽ ഒന്നും സെലക്റ്റഡ് അല്ല. സോ D3 ഇൻപുട്ട് ഷുഡ് ബി 0. നമുക്കിതൊന്ന് അനലൈസ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ യു ഹാവ് 4 ഇൻപുട്ട്സ്. ആ 4 ഇൻപുട്ട്സിന് എന്ത് ഇൻപുട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് F1 ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ എക്സ്പ്രഷൻ സാറ്റിസ്ഫൈ ആവുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ യു റെപ്രസെൻറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ഇനി ഓരോന്നിൽ എന്ത് ഇൻപുട്ട് കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഈ ടേബിൾ വഴി. സോ D0 കറസ്പോണ്ട്സ് ടു എ ബാർ, D1 കറസ്പോണ്ട്സ് ടു എ, D2 രണ്ടും സെലക്റ്റഡ് ആണ്. സോ ഇറ്റ് ഈസ് 1. വെൻ ബോത്ത് ആർ സെലക്റ്റഡ് ഇറ്റ് ഈസ് 1 ആൻഡ് നൺ ഈസ് സെലക്റ്റഡ് ഇറ്റ് ഈസ് 0. സോ ഇതാണ് നമ്മുടെ ഇൻപുട്ട് കോമ്പിനേഷൻ which is to be supplied to these input lines. A bar to D0, A to D1 and 1 to D2 and 0 to D3. നമുക്ക് ഇന്ന് ട്രൂത്ത് ടേബിൾ വഴി അനലൈസ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇൻപുട്ടിലേക്ക് വരിക. ഓക്കെ, സോ നമ്മൾ ഇനി ട്രൂത്ത് ടേബിൾ വഴി നമ്മളിതിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാവുന്നതാണ്. സോ സർക്യൂട്ട് ഡയഗ്രാം ഈസ് ലൈക്ക് ദിസ്. ഓക്കെ,
സോ ഫസ്റ്റ് വൺ ഈസ് എന്താണ്, ദിസ് ഈസ് D0 ആൻഡ് ദിസ് ഷുഡ് ബി D1, D2 ആൻഡ് D3. യു ഹാവ് B ആൻഡ് C ആസ് സെലക്ട് ലൈൻസ് ആൻഡ് F ആസ് ഔട്ട്പുട്ട്. ഇങ്ങനെയാണ് നമ്മൾ കണ്ടത് അല്ലേ. സോ ദിസ് ഈസ് സേ you give A here and A bar, and here you will get A bar. Okay, ini D1 ആണെങ്കിൽ the input is A, D2 ആണെങ്കിൽ the input is 1 and D3 the input is 0. ഇത്രയേ ഉള്ളൂ. This is the implementation of this function, and the function ഞാൻ ഒന്നും കൂടി എഴുതാം. Function is nothing but 0, 2, 5, 6. So this is our problem statement. Okay, so just forget about this, you don't need this anymore. ഞാനൊരു എക്സാമ്പിൾ പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, സോ ജസ്റ്റ് forget about that. ഓക്കെ, ഇനി അതായത് നമ്മളിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ഇത് എങ്ങനെ ഇനി വർക്ക് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ട്രൂ ടേബിൾ വഴി നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്കറിയാം we need 3 variables to represent this term, minimum 3 variables. You write all the combinations 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 and 1 1 1. ഇതാണ് 8 കോമ്പിനേഷൻ അല്ലേ. ഇനി നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. സോ എ എന്ന് പറയുന്നത്, അതായത് എ ബാർ എന്ന് പറഞ്ഞത് 1 ആവണം. ഓക്കെ, സേ നമ്മളിവിടെ എ എന്ന് പറഞ്ഞത് ഇൻപുട്ടാണ്. ഓക്കെ, ദിസ് ഈസ് എ ആൻഡ് സേ യു ഹാവ് ബി സി ഏതൊക്കെ കോമ്പിനേഷൻ. സോ ഐ വിൽ ജസ്റ്റ് റൈറ്റ് ബി സി ഓൾസോ. സോ ഐ വിൽ ജസ്റ്റ് റൈറ്റ് ബി സി ഹിയർ. സെലക്ട് ലൈൻ 0 0 0 1 1 0 1 1. So first let us consider 0 0. So BC, these are select lines. So select lines. Okay, so BC are select lines. ഇനി ഞാൻ വളരെ സാവധാനം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഇറ്റ്സ് നോട്ട് വെരി കോംപ്ലിക്കേറ്റഡ്. സോ നമ്മൾ ആദ്യം നമുക്ക് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. 4:1 മൾട്ടിപ്ലക്സർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് ഓരോ ലൈനിലേക്കും പോകേണ്ട ഇൻപുട്ട് നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. അത് നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം ആക്കി നമ്മൾ അതിനെ അനലൈസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ. സോ ബി സി ഈസ് സെലക്ട് ലൈൻ എ ആൻഡ് എ ഇസ് ദ ഇൻപുട്ട്. സോ ഫസ്റ്റ് D0th ഇൻപുട്ട് ഈസ് എ ബാർ. ഓക്കെ, ലെറ്റ് സി വെദർ ഇറ്റ് ഈസ് സാറ്റിസ്ഫൈങ് ഓർ നോട്ട്. അതായത് എന്താണോ ഇൻപുട്ട് അത് എ ബാർ ഔട്ട്പുട്ടിൽ എ ബാർ ആയിട്ട് കിട്ടണം. അതായത് D0 ആണ് സെലക്ട് ചെയ്യുന്നത്. അതായത് 0 0 നമ്മൾ കൊടുത്തു. ഓക്കെ, ബി സിക്ക് 0 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൈനായിരിക്കും സെലക്ട് ചെയ്യുക. ഇറ്റ് സെലക്ട് ദിസ്. ഓക്കെ, സോ ഇത് സെലക്ട് ചെയ്യുമ്പോൾ എ ബാർ ആയിരിക്കും. എ കുഡ് ബി 0 or 1. നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. സോ എന്താണോ അവിടെ ഉള്ളത് അതായിരിക്കും എഫിൽ വരിക. ലെറ്റ് സി. സോ ഇഫ് യു ആർ ഗിവിങ് 0 0 0 0 എന്ന് പറയുമ്പോൾ എന്തൊക്കെ പോസിബിളാണ്. സോ ദിസ് ഈസ് 0 0 ആൻഡ് ദിസ് അഗെയിൻ ഈസ് 0 0 അല്ലേ. സെലക്ട് വെച്ചാൽ 2 ടേംസ് സെലക്ട് ആവും. ഇനി ലെറ്റ് സി. സോ ഇഫ് ഇറ്റ് ഈസ് A is in this condition, so not this. So in this condition, if this is 0 0, A is 0. Okay, A is 0 ആണെങ്കിൽ F എന്താവും? F should be 1. ഇനി ഇതും കൺസിഡർ ചെയ്യും. A is this BC is 0 0. അപ്പോൾ ഇതെടുക്കും. Here A is 1. സോ നമ്മുടെ കണ്ടീഷൻ പ്രകാരം എന്താ? A bar ആണ് പുറത്തേക്ക് വരിക. A bar ആണ് ഔട്ട്പുട്ടിലേക്ക് വരിക അല്ലേ. സോ 0ൻ്റെ ബാർ എന്ന് പറഞ്ഞാൽ 0. സോ ദിസ് ടൈം വിൽ ബി 0. ഇനി നിങ്ങൾ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിലേക്ക് തിരിച്ചൊന്ന് പോയേ. ഫസ്റ്റ് തിങ് ഈസ് 0 0 0. അതായത് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 0 0. അതായത് എ ബാർ ബി ബാർ സി ബാർ. ഇറ്റ് ഷുഡ് ബി 1. സി, അതായത് ബി സി സെലക്ഷൻ ഓപ്ഷൻസ് 2 എണ്ണമാണ്. ഓക്കെ, ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ്. സോ 2 എണ്ണമാണ് ബി സിയുടെ സെലക്ഷൻസ്. ഇറ്റ് ഈസ് 0 0 0 0. ഫസ്റ്റ് കോമ്പിനേഷൻ 0 0. നമ്മളത് അവിടെ കാണിച്ചിരിക്കുന്നത് 0 0. അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ 0 0 എടുക്കുമ്പോൾ നമ്മുടെ കോമ്പിനേഷൻസിൽ 2 എണ്ണം സെലക്ട് ആവും അല്ലേ. ഐദർ ദിസ് ഓർ ദിസ്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവും. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് എ ബാർ ആയിരിക്കും ഔട്ട്പുട്ട് വരിക. സോ ഇൻ ദിസ് കണ്ടീഷൻ എ എന്ന് പറഞ്ഞത് 0 ആണ്. സോ യു ടേക്ക് ദി കോംപ്ലിമെൻറ്റ്, ഇറ്റ് ഈസ് 1. സി 1.
ഇനി ഇൻ ദിസ് കേസ് എ ഇസ് 1, യു ടേക്ക് ദി കോംപ്ലിമെൻറ്റ്, ഇറ്റ് ഇസ് 0. ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോയി ഫസ്റ്റ് 1 ആവണമെങ്കിൽ, അതായത് ഫസ്റ്റ് 0 കൊടുക്കുമ്പോഴാണ് ഫസ്റ്റ് കേസ് 1 ആവുക. സി 0 ഈസ് നത്തിങ് ബട്ട് 0 0 0, അപ്പോഴാണ് 1 ആയിരിക്കുന്നത്. ക്ലിയർ? ഇനി D1 എ ആണ്. സോ D1 എപ്പോഴാണ് സെലക്ട് ആവുക? വെൻ BC ഈസ്, സോ ദിസ് ഈസ് D0, ദിസ് ഈസ് D1, D2, D3 ഇങ്ങനെയാണ് വരിക. സോ D1 സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. ഇറ്റ് ഈസ് 0 1. 0 1 എന്ന് പറയുന്നത് ദിസ് ഈസ് 0 1 ആൻഡ് 0 1. സി യു ഹാവ് അഗെയിൻ 2 സെലക്ഷൻസ് പോസിബിൾ. സോ എന്താണ് വരേണ്ടത്? എ തന്നെയാണ് വരേണ്ടത്. ഓക്കെ, ആൻഡ് ഇൻ ദിസ് കണ്ടീഷൻ എ എന്താണ്? 0. സോ ദിസ് ഈസ് 0 ആൻഡ് ഇൻ ദിസ് കണ്ടീഷൻ എ ഈസ് 1. ഇനി നിങ്ങൾ പ്രോബ്ലത്തിലേക്ക് ഒന്ന് പോയേ, അതായത് 1 ഇല്ല. സി 1 ഇല്ല. 0 0 1 ഇൻഡിക്കേറ്റ്സ് 1, റൈറ്റ്? പക്ഷേ 1 ഇവിടെ ഇല്ല. സോ ഇറ്റ് ഈസ് 0. ക്ലിയർ? ഇനി ഇൻ ദിസ് കേസ് 5 ഉണ്ടല്ലേ? 1 0 1 ഈസ് 5. ദിസ് ഈസ് 5. സേ ഐ റൈറ്റ് ദ ഡെസിമൽ ഹിയർ ഓൾസോ. 0 1 2 3 4 5 6 7 ഫോർ യുവർ റെഫറൻസ്. ഇതും കൂടി എടുക്കുക. സോ 5 ഉണ്ട് അല്ലേ? സി 5 ഈസ് ദെയർ, ദാറ്റ് ഈസ് 1 0 1. ദിസ് കോമ്പിനേഷൻ ഷുഡ് ബി 1. ഇവിടെ നോക്കിയേ, 1 0 1 ആൻഡ് ഇറ്റ് ഈസ് 1. സോ D1 നമ്മൾ സെലക്ട് ചെയ്യാൻ 0 1 കൊടുക്കുക. 0 1 2 പോസിബിലിറ്റി ഉള്ളത്. D1 നമ്മൾ കൊടുത്തിരിക്കുന്ന എ ആണ്. ഓക്കെ, സെലക്ട് ലൈൻ എ ആണ്. സോ എ എന്താണോ അത് തന്നെ ഔട്ട്പുട്ടിൽ വരും. സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എ എന്താണോ അത് തന്നെ ഔട്ട്പുട്ടിലേക്ക് വരും. സി എ എന്താണോ അത് തന്നെ ഔട്ട്പുട്ടിലേക്ക്. ഇനി D2 1 ആണ് കൊടുക്കേണ്ടത്. സോ ലെറ്റ്സ് സെലക്ട് ദി അതർ നെക്സ്റ്റ് ഓപ്ഷൻ, ദാറ്റ് ഈസ് 1 0. 1 0 എന്ന് പറയുമ്പോൾ യു ഹാവ് 2 കോമ്പിനേഷൻസ് പോസിബിൾ, ദാറ്റ് ഈസ് 1 0 1 0. പക്ഷേ എ ഇവിടെ കൺസിഡറേഷൻ ചെയ്യുന്നില്ല, കാരണം ഇവിടെ 1 ആണ് ഇൻപുട്ട്. 1 ആണ് ഇൻപുട്ട്, എ അല്ല ഇൻപുട്ട്. സോ വാട്ട് എവർ ഇറ്റ് മേ ബി, വെദർ ഇറ്റ് ഈസ് ദിസ് സെലക്ഷൻ ഓർ ദിസ് സെലക്ഷൻ, ദി ഔട്ട്പുട്ട് ഈസ് 1. ഓക്കെ, അതായത് 1 ഹിയർ ആൻഡ് 1 ഹിയർ. ഓക്കെ, സോ ഈ 2 പോസിബിലിറ്റിയിലും എന്ത് തന്നെയാണെങ്കിൽ ഈ റെസ്പെക്റ്റീവ് ഓഫ് എ എന്ത് തന്നെ ആയിക്കോട്ടെ, ദ ഔട്ട്പുട്ട് ഈസ് 1. ഇനി നമ്മൾ കോമ്പിനേഷനിലേക്ക് ഒന്ന് പോയി 0 1 0 ഈസ് 2. സോ യു ഹാവ് 0 2 5 ആൻഡ് 6. ഇതാണ് നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്. സോ 0 1 0 ഇറ്റ് ഈസ് 2, സി 1, യു ആർ ഗെറ്റിംഗ് ഔട്ട്പുട്ട് 1. ഇനി അടുത്തത് 6 ആണ് നമുക്ക് വേണ്ടത്. സി 1 1 0 ഇറ്റ് ഈസ് 1. സി 1 1 0, സിക്സ്ത് കോമ്പിനേഷൻ ഈസ് 1 1 0 ഈസ് 1. ഓക്കെ, ഇനി നമുക്ക് ഒരു കോമ്പിനേഷൻ കൂടി ഉണ്ട് അല്ലേ, അതായത് D3. D3 നമ്മൾ 0 കൊടുക്കുന്നത്, ദാറ്റ് ഈസ് 1 1 കോമ്പിനേഷനാണ്. സോ ദിസ് ഈസ് എ 1 1 കോമ്പിനേഷൻ. സോ ദിസ് ഈസ് എ 1 1 കോമ്പിനേഷൻ. വേറെ 1 1 എവിടെയില്ല. ആൻഡ് 1 1 കോമ്പിനേഷൻ ആണെങ്കിൽ D3 ആണ് സെലക്ട് ചെയ്യുക. സോ D3 ആണ് സെലക്ട് ചെയ്യുക 1 1 ആണെങ്കിൽ. പക്ഷേ D3 എന്താ നമ്മൾ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്? 0 ആണ്. ഓക്കെ, അതായത് 1 1 കൊടുത്തു കഴിഞ്ഞാൽ ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് എവർ ദി തിങ്, ദി ഇൻപുട്ട് ഗിവൺ ടു D3 ഈസ്, അതായത് 1 1 എന്ന് പറയുമ്പോൾ D3 സെലക്ട് ആവും. D3 കൊടുത്തിരിക്കുന്നത് 0 ആണ്. സോ വാട്ട് എവർ ഇറ്റ് മേ ബി, ഇറ്റ് ഈസ് 0. സോ യു ഹാവ് 2 കോമ്പിനേഷൻസ് ഫോർ 1 1, സോ ഇറ്റ് ഷുഡ് ബി 0. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. സോ ഒന്നും കൂടി ഞാൻ പറയാം. 0 0 കൊടുക്കുമ്പോൾ യു ഹാവ് 2 കോമ്പിനേഷൻസ്. ആ 2 കോമ്പിനേഷൻസ് കൊടുക്കുമ്പോൾ നമ്മൾ സെലക്ട് ആവുന്ന D0 ആണ്. D0 എ ബാർ ആണ്. എയിൽ എന്താണുള്ളത് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും വരിക. സോ 0 കൊടുക്കുമ്പോൾ അതിന് 1ഉം 1 കൊടുക്കുമ്പോൾ അതിന് 0. അടുത്തത് 0 1, എഗെയിൻ ദ സെയിം തിങ് ബട്ട് ദി ഇൻപുട്ട് ഈസ് എ. അടുത്തത് 1 0, ദ ഇൻപുട്ട് ഈസ് 1 ആൻഡ് 1 1, ദി ഇൻപുട്ട് ഈസ് 0. ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് കിട്ടുന്നത് ദിസ് എ ബാർ. ഓക്കെ, എ ബാർ ഇസ് ഹിയർ. ഈ ഒരു കോമ്പിനേഷൻ കിട്ടുന്നത് ഈ ടേബിളിൽ നിന്നാണ്. ഓക്കെ, ഈ ടേബിൾ എങ്ങനെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ദിസ് പെർട്ടിക്കുലർ ഫോർമാറ്റ്, ദാറ്റ് 0 1 2 3 4 5 6 7. നിങ്ങൾ വേറെ എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്ക്, യു വിൽ ഗെറ്റ് ദ സെയിം. ദിസ് ഓർഡർ ഒരിക്കലും തെറ്റരുത്. 0 1 2 3 4 5 6 7. ഓക്കെ, ആൻഡ് ദെൻ യു മാർക്ക് ദി ഇൻപുട്സ് അക്കോർഡിംഗ്ലി. യു മാർക്ക് ദ ഇൻപുട്സ് അക്കോർഡിംഗ്ലി, ദാറ്റ് ഈസ് നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് ഇൻപുട്ട് മാർക്ക് ചെയ്യുക. ആ ഇൻപുട്ട് മാർക്ക് ചെയ്ത ആ ഒരു സെലക്ട് ലൈൻ ഏതാണെന്ന് എടുത്ത് താഴേക്ക് എഴുതുക. ആൻഡ് ദിസ് വിൽ ബി ദ ഇൻപുട്സ് ഫോർ ദീസ് ഇൻപുട്ട് ലൈൻസ്. ഓക്കെ, വെൻ യു യൂസ് എ 4:1 മൾട്ടിപ്ലക്സർ. സോ ഞാൻ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് ഹൗ ക്യാൻ യു റെപ്രസെൻറ്റ് എ ഫംഗ്ഷൻ
using multiplexer. How can you implement a function using multiplexer? അത് നമുക്ക് 8:1 യൂസ് ചെയ്യാം, 4:1 യൂസ് ചെയ്യാം. 4:1 ഈസ് ലെസ് കോംപ്ലിക്കേറ്റഡ് ദാൻ 8:1. അതുകൊണ്ടാണ് നമ്മൾ 4:1 ഉപയോഗിച്ചിട്ടും 8:1 ഞാൻ പറഞ്ഞ പോലെ സിമ്പിളായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. കാരണം 3 വേരിയബിൾ സിസ്റ്റം സിമ്പിളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ബിക്കോസ് യു ഹാവ് 3 സെലക്ട് ലൈൻസ്. പക്ഷേ 2 സെലക്ട് ലൈൻസ് മാത്രം ഉണ്ടാവുന്ന കണ്ടീഷനിൽ we are confined to use 4:1 multiplexer. 4:1 multiplexer ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് വെരി സിമ്പിൾ. നിങ്ങൾ ഒരു എക്സാമ്പിളും കൂടി എടുത്ത് ചെയ്യുമ്പോൾ തിങ്സ് വിൽ ബി മച്ച് ഈസിയർ. യു കം അപ്പ് വിത്ത് ദ ടേബിൾ, കം അപ്പ് വിത്ത് ദ ഇൻപുട്സ്, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. അത് കറക്റ്റായിരിക്കും, ബട്ട് ഇഫ് യു വാണ്ട് ടു അനലൈസ് യു ക്യാൻ അനലൈസ് ലൈക്ക് ദിസ്. ക്ലിയർ? സോ ഒരു എക്സാമ്പിളും കൂടി എടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.